സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിന സന്ദേശം. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സുരക്ഷ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സംരംഭങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായി മോദി സർക്കാർ നിരവധി പദ്ധതികളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. 2017 മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ പ്രവേശനം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. വിജ്ഞാൻ ജ്യോതി പോലുള്ള പരിപാടികൾ പെൺകുട്ടികളുടെ സ്റ്റെം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മാതൃശിശു ആരോഗ്യത്തെ ഗണ്യമായി മെച്ചപ്പെടുത്തി. പോഷൺ അഭിയാൻ, ഉജ്ജ്വല യോജന തുടങ്ങിയ പരിപാടികളിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്നു. PM ജൻധൻ യോജന, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങൾ മൈക്രോ ലോണുകളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നു. ലഖ്പത് ദീദി, നമോ ദീദി പോലുള്ള സ്വയം സഹായ ഗ്രൂപ്പുകളും തൊഴിൽ പരിശീലന പദ്ധതികളും സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് കൂടുതൽ കരുത്തു നൽകുന്നു. PMJD ISH പോലുള്ള ഡിജിറ്റൽ സാക്ഷരതാ പരിപാടികളിലൂടെ ദശലക്ഷക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾക്കാണ് പരിശീലനം നൽകിയത്. പൊതുജനസേവ കേന്ദ്രങ്ങൾ അനേകം സ്ത്രീകളെ ഡിജിറ്റൽ സംരംഭകരാക്കി മാറ്റി. പുതിയ ക്രിമിനൽ നിയമങ്ങളും നിർഭയ ഉൾപ്പെടെയുള്ള പദ്ധതികളും സ്ത്രീ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കാര്യക്ഷമമായി കുറയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കൂടുതൽ പിന്തുണ നൽകി. അതിവേഗ കോടതികളും അടിയന്തര പ്രതികരണ സംവിധാനങ്ങളും സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ത്രീ വികസനം എന്ന ആശയത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യം സ്ത്രീകൾ സാമൂഹിക സാമ്പത്തിക പുരോഗതിയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്.